ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ പഠിക്കണ്ടേ, ആ ജോലി ചെയ്യണ്ടേ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും. നമ്മുടെ ബുദ്ധിയിൽ നോക്കിയിട്ട് നമ്മൾ എന്നും ഇങ്ങനെ തന്നെയാണ്. എന്നാ കേട്ടെ, എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പം ദൈവം നമ്മളെ എല്ലാവരെക്കാളും മുമ്പിൽ കൊണ്ടുപോയി നമ്മളെ നിർത്തും. നമ്മളെ പലരെക്കാളും മുമ്പിൽ എത്തിക്കുന്നതും നമ്മുടെ കഴിവല്ല, നമ്മുടെ ബുദ്ധിയല്ല. ഒരു കാര്യം കേട്ടെ, കോളേജിൽ സ്കൂളിൽ എല്ലാത്തിനും A+ കിട്ടി, സ്കൂളിൽ വലിയ വിജയം നേടി, അധ്യാപകരുടെ പ്രോത്സാഹനം കിട്ടി, മിടുമിടുക്കനായ മനുഷ്യൻ വിവാഹം കഴിച്ച് 1 മാസം പോലും കുടുംബജീവിതം വിജയിച്ചോടെ ജീവിച്ചില്ല. എല്ലാത്തിനും A+ കിട്ടി, ഇവൻ കുടുംബജീവിതത്തിലും A+ കിട്ടി വിജയിക്കണ്ടായിരുന്നോ? കോളേജിലും സ്കൂളിലും എല്ലാത്തിനും ടോപ്പായിട്ട് നിന്ന പലരും ബിസിനസ്സിൽ പരാജയപ്പെട്ടു, വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ടു. എല്ലാവരെക്കാളും മുൻപന്തിയിൽ എത്തിക്കുന്നത് നമ്മുടെ കഴിവല്ല, അത് തലയ്ക്ക് മുകളിൽ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെ ഉണ്ടേലേ. ഏലിയായെ കുറിച്ച്, ഏലിയ മുൻപിലെത്തിക്കുന്നത് ദൈവമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ശക്തിയോടെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ് വരെ പഠിച്ച് ദൈവത്തിന്റെ വചനം വീട്ടിൽ സ്വന്തമായിട്ട് ബൈബിളില്ലാതെ സെമിനാരിയിൽ ചേർന്ന ഏക വ്യക്തി ഞാനാണ്. ഒരു വചനം പോലും അറിയില്ല, വീട്ടിലൊരു ബൈബിളും ഇല്ല. ബൈബിളിന്റെ സ്ഥാനത്ത് കുറെ കടലാസ്. ഇന്നെനിക്ക് ഓർക്കുമ്പോൾ അതൊക്കെ പലരും വിശ്വസിക്കുമെന്ന് തന്നെ പേടിയാണ്. എനിക്ക് തന്നെ ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പേടിയാണ്. കാരണം എനിക്ക് തന്നെ ചിലപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴേ നടന്നത് സത്യമാണോ എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും. അതിലൂടെ കടന്നു പോകും. ബൈബിൾ വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത എന്നെ എങ്ങനെ ഇവിടെ എത്തിച്ചു? ആ സമയത്ത് ആരോ പറഞ്ഞു തന്ന ഒരു കാര്യം എൻ്റെ ചങ്കിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തിലുള്ള ആശ്രയത്വം. ഇതുപോലെ ഒരു അൾത്താരയുടെ മുമ്പിൽ ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റത്തിലൂടെ സംസാരിക്കാൻ എന്നെ നിർത്തും. ഞാൻ എത്ര ബുദ്ധി കൊണ്ട് തലകുത്തി നിന്നാലും നടക്കുകയല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് 100ൽ 110% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം, നമ്മളെ മുന്നിലെത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മുമ്പിലെത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. എവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് മുന്നിലെത്തണം, നല്ലതാകണം, എല്ലാവരുടെയും ആഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. ഞാൻ ദൈവത്തിന്റെ കരം കണ്ടയാളാണ്. ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ടതല്ല. ഞാൻ 11 വർഷം സെമിനാരി പഠിച്ചപ്പോഴും ദൈവത്തിന്റെ കരം കാര്യമായിട്ട് കണ്ടിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങളിൽ പാസ്സായിട്ടുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരം കണ്ടത് നമ്മുടെ എല്ലേ പിടിക്കുന്ന ഒരു വിഷമം വരുമ്പോഴേ നമ്മൾ കാണുള്ളൂ. എന്ത്? ദൈവത്തിന്റെ കരം. ഈ എല്ലിന് പിടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് വരും. മാംസത്തിൽ പിടിക്കുന്ന, എല്ലിന് പിടിക്കുന്ന വിഷമം നമ്മളാകെ ഒരു പിടിയില്ലാണ്ട് ഭയങ്കരമായിട്ട് കുഴങ്ങി പോകുന്ന ചില സമയം വരുമ്പോഴാണ് ദൈവത്തിന്റെ കരം നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരൊരു കാര്യം പറയട്ടെ, തകർന്ന് തകർന്ന് കുഴി കിടക്കുന്നവരെ പിടിച്ചു കയറ്റുന്ന ദൈവത്തിന്റെ കരം ഞാൻ കണ്ടിട്ടുണ്ട്. കുഴി കിടക്കുക, എല്ലാവരും പറഞ്ഞു അവൻ രക്ഷപ്പെടുകയാണ്. അവനെ ഈ ദൈവം പിടിച്ചിങ്ങനെ കയറ്റുന്നത്, പിടിച്ചു കയറ്റിയിട്ട് ഇന്ന് അഭിമാനത്തോടെ നിർത്തിയിരിക്കുന്നത്, ഇന്ന് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി പറയുവാണ്, എന്നെ ഈ കുഴിയിൽ നിന്ന് കയറ്റിയത് എൻ്റെ കൂടപ്പുറപ്പൊന്നുമല്ല, എൻ്റെ എഡ്യൂക്കേഷനോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല, എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് അച്ഛൻ, ആ മനുഷ്യൻ പറയാണ്, അച്ഛൻ ആ ടൗണിന്റെ നടുക്കോട്ട് നിർത്തിയിട്ട് ആ ടാറിൻ്റോട് നിന്ന് അച്ഛൻ എന്നോട് സ്തുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ദൈവത്തെ അഭിമാനത്തോട് സ്തുതിക്കും. ഐ ആം എ ക്രിസ്ത്യൻ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവൻ, എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛൻ ആ ടൗണിന്റെ നടുക്ക് നിർത്തിയിട്ട് എന്നോട് പറയുമ്പോൾ ഒത്തിരി പേരുടെ ചുമ്മാ നടുക്കൊന്നും മൈക്കൊന്നുമില്ല, ചുമ്മാ ഒരു അരമണിക്കൂർ സ്തുതിക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുവച്ചോ. കാരണം ഇതിനേക്കാൾ വലിയ കുഴി കിടന്ന് എന്നെ ഇവിടെ ഇതുവരെ എത്തിച്ചതിന്റെ ദൈവകരം ഞാൻ ദൈവകരം കണ്ടിട്ടുള്ള ആളുകൾ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചത് 7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പുത്തൻ കുർബാനയുമായി ബന്ധപ്പെട്ട സമയത്താണ്. ഒന്നാമതേ വലിയ സങ്കടത്തിലൂടെ കടന്നിട്ടാണ് സെമിനാരി ചേർന്നത്. പിന്നീട് സെമിനാരിയിൽ പ്രാർത്ഥിച്ചും പഠിച്ചും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. 10-11.5 വർഷക്കാലം പഠിച്ചു. സെമിനാരിയിൽ വൈദികനാകാൻ പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ വീട്ടിലെ ഒരു കാര്യം ഞാൻ അറിയുന്നത്. എൻ്റെ വീട്ടിൽ ഒരിക്കലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയും, ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇത് പറയുന്നത് എൻ്റെ ഒരു കഥയോ ഒരു സഹതാപം കിട്ടാനോ ഒരു എല്ലാവരുടെയും ഒരു വിഷമം മേടിച്ചെടുക്കാനോ ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്.
ഞാനിത് പറയുമ്പോൾ അയ്യോ പാവം, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഞാൻ അഭിമാനത്തോടെ ഇത് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇന്ന് ഈ മൈക്കെടുത്ത് ഇത്രയും ഒച്ചത്തിൽ വചനം പറയാൻ ഞാൻ നല്ല സാമ്പത്തിക ചുറ്റുപാട് 4 ചുറ്റിനും സന്തോഷവും സുഖവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളായിരുന്നെങ്കിൽ ഞാനിന്നും ഒരു അക്ഷരവും വേണ്ടാൻ പോകുകയായിരുന്നു. പക്ഷെ ഞാൻ കടന്നു വന്ന വഴികളിൽ ഞാൻ ദൈവത്തെ കണ്ടു, ദൈവം കരം പിടിക്കുന്നത് അനുഭവിച്ചു. ദൈവം അല്ലാണ്ട് വേറെ ആര് കൈക്ക് പിടിച്ചാലും ഇതുപോലെ മാറില്ലെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു സമയത്താണ് കടബാധ്യതയുടെ വിഷമം. ഒന്നാമത് എനിക്ക് ശക്തമായി പ്രാർത്ഥിച്ച അനുഭവങ്ങളൊന്നുമില്ല. സെമിനാരി പഠിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോയപ്പോഴും ഞാനൊന്നും എവിടെയും കൈ ഉയർത്തിയിട്ടില്ല. കൈ ഉയർത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും പത്രാശ് നോക്കിയിട്ട് ഇത്രയും അപ്പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇത്രയും പിടിച്ചുള്ളതിൽ ഞാൻ ഇത്രയും പിടിക്കും. കാരണം എനിക്ക് അരക്കൈയല്ല ഒരു കൈ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പണ്ട് എനിക്ക് വലിയ വിഷമങ്ങളില്ലാത്തപ്പോൾ ഞാൻ ഇത്രയും എന്തിന് കൈ ഉയർത്തിയാലാണ് കാര്യങ്ങൾ കൂടെ നടക്കുന്നത്. പക്ഷെ ബൈബിളിൽ പല സ്ഥലത്തും കൈ ഉയർത്തി പ്രാർത്ഥിച്ച പലരും ഉണ്ട്. പഴയ നിയമത്തിൽ മോശ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നിരിക്കുന്നത്? മോശയുടെ കൈ അഹറോനും ഹൂർ എന്ന വ്യക്തിയും ഉയർത്തി പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. എത്രയോ വർഷം മുമ്പ്. അന്ന് വരെ അറിയായിരുന്നു കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് ഇത് എൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കരമുയർത്തും എൻ്റെ ബോധ്യം എന്നറിയോ? എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏറ്റവും വലിയ പണക്കാരൻ കൈ ഉയർത്തുന്നുണ്ടോ, ഇപ്പുറത്തുള്ള ഏറ്റവും വലിയ ഡിഗ്രി ഉള്ളവൻ കൈ ഉയർത്തുന്നുണ്ടോ ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ പ്രകടമാക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ പൗരോഹിത്യവും സ്വീകരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറഞ്ഞു, പൈസ ഇല്ലെങ്കിൽ പുത്തൻകുർബാന നടത്താൻ നിൽക്കണ്ട കേട്ടോ, പൈസ ഇല്ലെങ്കിൽ നടത്താൻ നിൽക്കണ്ട. ഇനി നടത്തിയിട്ട് ചുമ്മാ ഒരു ഒരു വട്ടക്കൂട്ടി തട്ടിക്കൂട്ടി നടത്തുമൊന്നും വേണ്ട. നടത്താനാണെങ്കിൽ ഈ വർഷം നടത്താൻ പറ്റിയില്ലേ പൈസ ആകുമ്പോൾ നടത്തിയാൽ മതി. അപ്പോൾ എനിക്ക് പുത്തൻകുർബാന ഈ വർഷം നടത്തണമെന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം. പിന്നെ വേറൊരു കാര്യം, വിളിച്ച ദൈവം ആരാണ്? നമ്മൾ വിശ്വസ്തനല്ലെങ്കിലും എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം ആരാ? വിശ്വസ്ത. അതൊരു 10 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു. മനസ്സിൽ പറയേണ്ട ഒരു വാക്കാ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പലർക്കും ദൈവത്തെ അറിയാം, വിശ്വസ്തനായ ദൈവത്തെ അറിയില്ല. എനിക്ക് ദൈവത്തെ അറിയാൻ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഞാൻ പുസ്തകം വായിച്ചിട്ട് പലർക്കും എനിക്കറിയാം. പക്ഷെ അനുഭവം വരുമ്പോഴാണ് അറിയുന്നത് എന്നെ വിളിച്ച ദൈവം, ഞാൻ വിശ്വസ്തനല്ലേലും എൻ്റെ ദൈവം എന്നോട് വിശ്വസ്തനായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് ഇതിലുള്ളവർ പറഞ്ഞു, ഒരു ഐഡിയ പറഞ്ഞു, നീ എല്ലാ വീട്ടിലും ചെന്ന് പുത്തൻ കുർബാനയ്ക്ക് എല്ലാവരും ക്ഷണിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും മുമ്പിൽ നീ പറ, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയ ആളാണ് ഞാൻ. എൻ്റെ പരിചയക്കാർ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടി കൈ നീട്ടി. അന്ന് ഞാൻ ബൈബിളിലെ ഒരു പ്രത്യേക രഹസ്യം പഠിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. കൈ നീട്ടിയപ്പോൾ പലരും പറഞ്ഞു പൈസയൊന്നുമില്ല, ഇപ്പൊ ഞങ്ങൾ പറിച്ച പൈസ മറിഞ്ഞുപോയി, തിരിഞ്ഞുപോയി, ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞു. അധികം ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തൊരു കാര്യമാണ്, ഇനി ആരുടെ മുമ്പിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കൈ നീട്ടില്ലെന്ന്. അങ്ങനെ അനുഭവം വന്നപ്പോഴാണ് ദൈവവചനത്തിലേക്ക് വന്നപ്പം ഒരു ആത്മീയ രഹസ്യം കണ്ടുപിടിച്ചത്. എന്ത്? ദൈവസന്നിധിയിൽ കൈ നീട്ടുന്നവന് മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കൈ നീട്ടേണ്ടി വരില്ല. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയാം. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടതാ കേട്ടോ. ഇത് കേട്ടു, ഒരു സംഭവം കേട്ടു, കുഴപ്പമില്ലായിരുന്നു, ശരിയായില്ല, അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം എഴുതിയിട്ടുണ്ട്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് അവിടെ ഒരു കുഞ്ഞു മലയാള വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്ത്, ഒന്നിനൊന്ന്. അത് ചുമ്മാ എഴുതിയല്ല. ഒന്നിനെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും കുറവില്ലെന്ന് ആ വാക്ക്. ആ ഒന്നിനെന്നുള്ള വാക്കിനുണ്ടല്ലോ ഒരു കടലോളം ആഴം കിടപ്പുണ്ട്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. നിനക്ക് സമ്പത്തിനോ ആരോഗ്യത്തിനോ നാളെ എന്ത് ചെയ്യും? ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. ദൈവസന്നിധിയിൽ കൈനീട്ടിയ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു ബൈബിളിൽ. അത് ദാനിയേലാണ്.
ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിച്ച ദാനിയേലിന് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വന്നില്ല. പഴയ നിയമത്തിൽ മോശ ചെങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോഴും മരുഭൂമി നിൽക്കുമ്പോഴും ഭക്ഷണം ഫുഡ് കൊടുക്കാനില്ല. ഇസ്രായേൽക്കാർ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുവാണ്, ഫുഡ് കൊടുക്കാനില്ല. ഒരു ഹോട്ടലിൽ ചെന്ന് കൈനീട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ഫുഡ് കൊടുക്കണമെന്ന് അറേഞ്ച്മെന്റിന് വേണ്ടി കൈനീട്ടിയില്ല. അവിടെ നിന്ന് ദൈവസന്നിധിയിൽ കൈനീട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടിയിട്ടില്ല. കൈനീട്ടേണ്ട അവസ്ഥ ദൈവം കൊടുത്തിട്ടില്ല. എന്താ ഇതിനകത്ത് രഹസ്യം? ദൈവസന്നിധിയിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്നവന് ഒന്നിനും മുട്ടുണ്ടാവില്ല, ഒരു കാര്യത്തിനും കുറവുണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. 2, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും മുട്ടേ നിൽക്കാൻ പറ്റിയില്ലേലും ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുട്ടേ നിൽക്കണം. എന്താ പ്രത്യേകത എന്നറിയാമോ? ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. പ്രത്യേകതയാണ്. ഇതെല്ലാം തിയറിയല്ല, പ്രാക്ടിക്കലാണ്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ മുട്ടുകുത്തിക്കാൻ പലരും നോക്കും നടക്കത്തില്ല. ദാനിയേൽ ജീവിച്ചിരുന്ന സമയത്ത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയ ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ ആ രാജ്യത്തിലെ രാജാവും ഭരണാധികാരി എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈവൻ സിംഹത്തിന്റെ കൂട്ടിപ്പോലും ദാനിയേൽ മുട്ടുകുത്തിയിട്ടില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ എവിടെയും മുട്ടുകുത്തേണ്ടി വരില്ല. എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ള ഒത്തിരി പേര് ഇതിനകത്തിരിപ്പുണ്ടാവും. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവൻ പിന്നെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരാൻ ദൈവം സമ്മതിക്കില്ല. കൈ നീട്ടുന്നവൻ വേറൊരാളുടെ മുമ്പിൽ പോയി ഒന്നിനും കൈ നീട്ടേണ്ടി വരില്ല. ദൈവം കൈ നീട്ടാൻ സമ്മതിക്കില്ല. ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാനത്